ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അതിശയകരമായി സർവേശ്വരൻ നമ്മളെ വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുകയും നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ശരിക്കും സ്വർഗമുണ്ടോ? പല ആൾക്കാർക്കും പല ചിന്താഗതികളാണ്, പല അഭിപ്രായങ്ങളാണ്. ചില ആൾക്കാർ പറയും സ്വർഗമേ ഇല്ല എന്ന്. ചിലവർ പറയും നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകമാണ് സ്വർഗവും നരകവുമൊക്കെ. വചനം നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയാണ്. അതിൽ 2ഉം 3ഉം വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ കൃത്യമായി കർത്താവ് സ്വർഗത്തെപ്പറ്റി പറയുകയും കർത്താവ് വീണ്ടും വരുമെന്ന് വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അത് നമ്മുടെ സ്നേഹിതനാകാം, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാകാം, നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ നമ്മളോട് പറയുകയാണ്, ഞാനൊരു വിദേശ രാജ്യത്ത് പോവുകയാണ്, ഞാൻ നിങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു, അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം, വിസയെല്ലാം റെഡിയാക്കി ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുകയില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഒരുങ്ങിയിരിക്കും. നമ്മളോട് തന്നെ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളാണ്. കർത്താവേ, സ്വർഗത്തെപ്പറ്റി ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ 2ാമത്തെ വരവ് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണോ എന്ന 3 ചോദ്യങ്ങളാണ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടത്. ഇവിടെ തോമസ് ശ്ലീഹ നിഷ്കളങ്കമായി കർത്താവിനോട് ഒരു ചോദ്യം, കർത്താവ് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് വഴി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ തോമസ് ശ്ലീഹ ചോദിക്കുന്നതാണ്, കർത്താവേ, നീ എങ്ങോട്ടാണ് പോകുന്നത് പോലും ഞങ്ങൾക്കറിയില്ല, പിന്നാണോ വഴി? ആ ഒരു നിലപാടാണ് ഈ അവസരത്തിൽ നമ്മൾ എടുക്കേണ്ടത്. കർത്താവേ, സ്വർഗത്തെപ്പറ്റി എനിക്ക് യാതൊന്നും അറിയില്ല, അപ്പാ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നീ രണ്ടാമത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസമല്ല ഒരു വലിയ കഠിനമായ ഒരു ഉറച്ച വിശ്വാസം. നീ വരുമെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ 2ാമത്തെ വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ നീ എനിക്ക് കൃപ തരണമേ. നിന്റെ വചനമനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനും എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുവാനും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ അപ്പാ നീ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു തരണമേ എന്ന് ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് 3 ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കാം. കർത്താവ് ഇതിനൊരു മറുപടി നമ്മൾക്ക് തരുന്നുണ്ട്. 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയില്ല. കൃത്യമായി കർത്താവ് അതിന് ഉത്തരം തരുന്നുണ്ട്. വഴിയും സത്യവും ജീവനും കർത്താവ് തന്നെയാണ്. കർത്താവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് പോകാൻ വേറെ ഒരു ഷോർട്ട് കട്ടുമില്ല. ഈ വഴിയിലൂടെ അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയുമില്ല. അവിടുന്ന്, കർത്താവേ, നീ എന്നെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ നീ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു തരണമേ. എൻ്റെ ജീവിതാന്ത്യത്തോളം അപ്പാ അവിടുന്ന് വചനമനുസരിച്ച് ജീവിക്കുവാൻ, നിന്റെ വഴി നിന്നിൽ മാത്രം ആശ്രയിക്കുവാൻ, നിന്നിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള വലിയ ഒരു കൃപ കർത്താവേ ഈ അവസരത്തിൽ നീ എനിക്ക് തരണമേ എന്ന് ഈ നാളത്തെ കുർബാനയിൽ നമുക്ക് സമർപ്പിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു വലിയ വിശ്വാസം, കർത്താവിനോടുള്ള ഒരു വലിയ വിശ്വാസം എനിക്ക് നീ തരണമേ. ഈ നോമ്പ് കാലങ്ങളിൽ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള വലിയൊരു ക്രമീകരണങ്ങൾ കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.